ഈ ട്രംപിന്റെ പ്രാന്തെല്ലാം കൂടെ ഏറ്റുവാങ്ങാനായിട്ട് ഒരു രാജ്യം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ പോകുന്നത് അല്ലേ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ട്രംപ് ആർക്കിട്ട് പണി കൊടുക്കണം എന്ന് ആദ്യം ആലോചിക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലോട്ട് കയറി വരുന്ന നമ്മുടെ വിശ്വഗുരുവിനെ അല്ലേ. നരേന്ദ്ര മോദി വിശ്വഗുരുവിന്റെ മനസ്സിലോട്ട് അങ്ങോട്ട് വിചാരിച്ചിട്ട് ട്രംപ് അങ്ങോട്ട് പണി കൊടുക്കുക. ഇതിങ്ങനെ ഡെയിലി കൊടുത്തോണ്ടിരിക്കുക, നമ്മളിങ്ങനെ പണി വാങ്ങിച്ചുകൊണ്ടിരിക്കുക. പകരം നമ്മൾ പല പണികളും തിരിച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. എന്താണെന്നറിയില്ല, ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയിൽ ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ട ആദ്യത്തെ പണിയായിരുന്നു ട്രംപ്. അതായത് ഇന്ത്യനോട്, അതായത് മോദിജി വിളിച്ചു, അല്ല മോദിജിയും നമ്മുടെ ട്രംപ് അണ്ണനും കൂടെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എന്താ ക്രൂഡ് ഓയിൽ വാങ്ങിക്കില്ല എന്ന്. I was not happy that India was buying oil, and he assured me today that they will not be buying oil from Russia. That's a big stop. Now I got to get China to do the same thing. ഇതെല്ലാം കൂടെ കിട്ടി ഹാലിളകിയിട്ട് നമ്മുടെ ഇന്ത്യക്കാരങ്ങോട്ട് തിരിച്ച് മറുപടി കൊടുത്ത്, ശങ്കൂറ്റത്തോടൊരു മറുപടി കൊടുത്ത്, ആ മറുപടി കണ്ട് ഞെട്ടി തിരിച്ചു പോയി മക്കളെ, ഞെട്ടി തിരിച്ചു പോയി. ഞാനൊക്കെ ഇന്നലെ നമ്മുടെ സംഘപരിവാർ ചാനലുകളിലൊക്കെ ഇന്ത്യ മോദിജി, അതായത് നമ്മുടെ ട്രംപിന് കൊടുത്ത മറുപടി നോക്ക് നിങ്ങൾ. അല്ലെങ്കിലും ട്രംപിന് കുറച്ച് ഏറുന്നുണ്ട്, തൊട്ടനും പിടിച്ചതിനും യുദ്ധം നിർത്തുന്നത് ട്രംപാണ്, അത് ഇതാണ് മറ്റതാണ് മറച്ചതാണ്. അതിൻ്റെ ഇടക്ക് നമ്മൾ, അതായത് മോദിജി അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ട്രംപിനോട്, ഞങ്ങൾ ഇനി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കില്ല എന്ന്. അപ്പം നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്ട്രി ദേഷ്യം വന്നു, ആകെ പ്രശ്നമായിട്ട് അവർ ചാടി വേണ്ടിയിട്ട് അവർ റിപ്ലൈയും കൊടുത്തു. ഞാൻ വിചാരിച്ചു റിപ്ലൈയിൽ കൊടുത്തു. ഒരു പ്രധാനമന്ത്രിനെ പറ്റി മറ്റൊരു എന്താ പറയുക, ഒരു സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് കയറിയിട്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇയാൾക്ക് എന്താ ഒരു വിലയില്ല, നമ്മുടെ 56 ഇഞ്ചാ, ചെറുതൊന്നുമില്ല. ഈ 56 ഇഞ്ചിന് ഒരു വിലയില്ല എന്നൊക്കെ തോന്നിപ്പോയി. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ന്യൂസ് കാണുന്നത്, നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്റ്റർ കൊടുത്ത ന്യൂസ് കേട്ടോ. അല്ല, അപ്പോൾ നമ്മൾ അതിൻ്റെ ഇത് കോട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ വായിച്ച് നോക്കുകയാണ്. അങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്. എടാ ട്രംപേ, ഈ എപ്പോഴാണ് വിളിച്ചത് ഇങ്ങോട്ട്? ഈ ഞങ്ങളെ വിളിച്ചു ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾ ആരെ നിന്നോട്ട് പറഞ്ഞാൽ ഞങ്ങൾ റഷ്യയിൽ നിന്ന് മറ്റേ എന്താ പറയുക ക്രൂഡ് വാങ്ങിക്കില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചത്? ഞാനതൊക്കെ തന്നെ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു മെമ്മോ എടുത്ത് വാങ്ങിച്ചു നോക്കട്ടോ. India is a significant importer of oil and gas. It has been our consistent priority to safeguard the interest of Indian consumer in a volatile energy scenario. അങ്ങനെ വലിയൊരു സംഭവം. അതിനകത്ത് ഇങ്ങനെ മൊത്തം വായിച്ചു നോക്കി, ഇവിടെ നമ്മൾ റഷ്യയിൽ നമ്മൾ ഇനി ഓയിൽ വാങ്ങിക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വർത്താനം കാണുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ വലിയ മറുപടി കൊടുത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കുറേ ആലോചിച്ചു, പിന്നെ എന്ത് മറുപടിയാണ് കൊടുത്തത്? അതായത് നമ്മൾ കാലങ്ങളായിട്ട് 1947 മുതൽ നമ്മൾ സ്ഥിരമായിട്ടൊരു വലിയൊരു ഇമ്പോർട്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ ഓയിലില്ല, ക്രൂഡ് ഓയിൽ. അത് ഞങ്ങൾ ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട്, അതല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ഈ ഒരു എന്താ പറയുക സ്ഥിരമായിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടൊരു പ്രൈസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങാനാണ് ഞങ്ങളുടെ തീരുമാനം. ഓക്കെ, അപ്പോൾ അടുത്തത് റഷ്യ വരുമോ? ഇല്ല. ഞങ്ങൾ എല്ലാം പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഞങ്ങളെ കൺസ്യൂമേഴ്സിൻ്റെ, അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളുള്ളത് കൺസ്യൂമർ ചെയ്യുന്നില്ലേ, കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ പ്രയോറിറ്റി അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പം എനിക്കൊരു സംഭവം കത്തി. കാരണം പണ്ട് 50 റുപ്യ കിട്ടിയ നമ്മുടെ ഈ പറഞ്ഞ ഓയിൽ ഉണ്ട്, നമ്മുടെ ഡീസലും പെട്രോളൊക്കെ ഇപ്പൊ 110 റുപ്യ കൊടുത്ത് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ കൺസ്യൂമേഴ്സിന്റെ പ്രയോറിറ്റി എവിടെയത് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. പിന്നെ എനിക്ക് മനസ്സിലായി കൺസ്യൂമറിനല്ല പ്രയോറിറ്റി. റഷ്യയിൽ നിന്ന് നമ്മൾ ചീപ്പായിട്ട് ഇങ്ങനെ ഈ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുമ്പോൾ ഈ പ്രയോറിറ്റി എല്ലാം കിട്ടുന്നത് ആർക്കാണ്? നമ്മുടെ അദാനിക്കും നമ്മുടെ അംബാനിക്കും. പിന്നെ നമ്മുടെ ദുബായിലോട്ട് വിളിച്ചൊരു മന്ത്രി ഉണ്ടല്ലോ, ഗഡ്കരിന്റെ മോനെ E20 എന്നും പറഞ്ഞിട്ട് അതിലോട്ട് ബാക്കിയുള്ള എത്തനോളും കൂടെ കുത്തിക്കയറ്റിട്ട് ഇവർക്കാണ് പൈസ മൊത്തം കിട്ടുക. അപ്പം ഈ കൺസ്യൂമേഴ്സിന്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞത് ആർക്കാരോ? നമ്മളൊക്കെ വിചാരിച്ച് ഞാനും നിങ്ങളൊക്കെ ഒന്നുമില്ല, നമ്മളല്ല, ഈ മുതലാളിമാരുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഞങ്ങൾ സംഭവം വാങ്ങിക്കുന്നത്. അപ്പം ഇന്ത്യ കൊടുത്ത മറുപടി ഇതൊക്കെയാണ്. അപ്പം അതിനൊരു തീരുമാനമായി. എന്താണെങ്കിലും മോദിജിയുടെ ആ ഒരു വലിയ മനസ്സ് നമ്മൾ കാണണം കേട്ടോ. പുള്ളിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട, അതിന്റെ ക്രെഡിറ്റ് ഒന്നും പുള്ളി എടുക്കാറില്ല. അതാണ്, പുള്ളിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട, ഒക്കെ ക്രെഡിറ്റ് ആർക്കാ? നിങ്ങൾക്ക് കിട്ടുമോ? എനിക്ക് കിട്ടുമോ? എനിക്ക് കിട്ടില്ല. നമ്മൾ 50 റുപ്യക്ക് വാങ്ങിച്ച പെട്രോൾ ഇപ്പം 110 വാങ്ങിക്കും. ഇനി നമ്മൾ അതിനേക്കാൾ വില കുറഞ്ഞ ഏതെങ്കിലും കൺട്രിയിലോട്ട് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ 110 വാങ്ങിക്കുന്നത് നമ്മൾ 150 വാങ്ങിക്കും. അപ്പം ഈ കംപ്ലീറ്റ് ക്രെഡിറ്റും നമ്മൾ ഈ പ്രയോറിറ്റി മൊത്തം ആർക്ക് പോകും? നമ്മുടെ അംബാനിക്കും നമ്മുടെ അദാനിക്കും നമ്മുടെ ഗഡ്കരിന്റെ മോനും പോകും. അപ്പം അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി, സമാധാനമായി. ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞാലൊന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിലും നമ്മുടെ മോദിജി അങ്ങനെ തന്നെയാണ്, ചില കാര്യം ഇങ്ങനെയാണ് ചെയ്താളും. ഇപ്പം ട്രംപ് വിളിച്ച് മോദിജിയോട് പറയാം, 75ാമത്തെ പിറന്നാളൊക്കെ കിട്ടിലും പുളിയൊക്കെ അല്ലായിരുന്നു അല്ലേ, പടക്കൊക്കെ പൊട്ടിച്ചോ കേക്ക് കട്ട് ചെയ്ത് വെച്ചാൽ മോദിജി അപ്പം റിപ്ലൈ കൊടുക്കും, താങ്ക് യു മോദി മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ കൊണ്ട് കൊടുക്കും. അതൊക്കെ ഭയങ്കര അപ്പം കൊടുക്കും റിപ്ലൈ. പിന്നെ കഴിഞ്ഞ ദിവസം ഗാസയിൽ സീസ് ഫയർ വന്നപ്പം നമ്മുടെ ട്രംപ് അവിടെയും കൊണ്ടിട്ട് മോദിജിയുടെ പേര് താങ്ക്സ് മോദിജിക്ക് കൊടുത്തു. തിരിച്ചപ്പം തന്നെ റിപ്ലൈ കൊടുക്കുക ട്രംപിന്, മൈ ഫ്രണ്ട് നിങ്ങൾ വലിയ സംഭവമാണ്, നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ, നിങ്ങൾ അടുത്തത് റഷ്യ ഉക്രൈനായിട്ടുള്ള യുദ്ധം കൂടെ തീർക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം നമ്മൾ വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇയാൾ വന്നിട്ട് റഷ്യൻ ക്രൂഡ് ഓയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചെന്താ മോദിജി ഇപ്പം തന്നെ എക്സ് എടുത്ത് വെച്ചിട്ട് ഇപ്പം റിപ്ലൈ കൊടുക്കില്ല. അവിടെ മോദിജി മിണ്ടൂല. താരിഫ് 50% നിന്നു, അതിന് റിപ്ലൈ കൊടുക്കുമോ? അതിന് ഞാൻ മിണ്ടൂല. അതല്ല, നമ്മൾ ഈ പറഞ്ഞ യുദ്ധം നിർത്തിയത് ഈ പറഞ്ഞ ട്രംപാന്നല്ലേ പറയുന്നത്, അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കുമോ? അതിന് നമ്മൾ മിണ്ടൂല.
എനിക്കിതിൻ്റെ ക്രെഡിറ്റ് ഒന്നും വേണ്ട, എനിക്ക് എന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ ക്രെഡിറ്റ് എടുക്കും. അതല്ലാത്ത ഇങ്ങനത്തെ കാര്യത്തിന് റിപ്ലൈ കൊടുക്കാൻ എന്നെ കൊണ്ട് വയ്യ. അപ്പോൾ നമ്മളെ സംഘപരിവാർ ചാനലുകാരും അല്ലെങ്കിൽ സംഘികളൊക്കെ ഇന്നലെ രാവിലെ മുതൽ ട്രംപിനുള്ള മറുപടി 56 ഇഞ്ച് ഇതാ കൊടുത്തു, പൊട്ടിച്ചു, ചീറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതാ ട്രംപിൻ്റെ പേരൊക്കെ വെച്ച് മോദിജി റിപ്ലൈ കൊടുത്തു. ഇവിടെ മോദിജി റിപ്ലൈ കൊടുത്തിട്ടില്ല. ഇനി നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ കൊടുത്ത റിപ്ലൈ ആണെങ്കിലോ ഇവിടെ റഷ്യയുടെ പേരുമില്ല. നമ്മൾ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ലെവലിലുള്ള പ്രൈസ് കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ ഞങ്ങൾ വാങ്ങിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് ആരുടെ താല്പര്യത്തിനാണ്? എനിക്ക് ക്രെഡിറ്റ് വേണ്ട കേട്ടോ, മോദിജിക്ക് ക്രെഡിറ്റ് വേണ്ട. അപ്പം ഇത് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കുറച്ച് വാങ്ങിച്ചിട്ട് ഇവിടെ നമ്മളെ ഊറ്റി കുടിക്കുന്ന മുതലാളിമാർക്ക് കൈയടിച്ചു. ഇങ്ങനെയാണ് നമ്മുടെ മോദിജിയുടെ പുതിയ പോളിസീസും നയങ്ങളും. അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് പെട്ടെന്നൊരു വാർത്ത റോയിറ്റേഴ്സിൽ കണ്ടത്. റോയിറ്റേഴ്സിൽ വാർത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റേറ്റ് റിഫൈനറീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് റിഫൈനറീസ് ഒക്കെ ഈ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഓയിലിൻ്റെ അളവ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രംപ് അവസാനം വന്ന് ഇങ്ങനെ പറയുകയും ചെയ്ത് ഈ ഒരു ന്യൂസ് എന്താ അവർ റോയിറ്റേഴ്സ് പോലത്തെ ആൾക്കാർ കൊടുത്ത്. അപ്പോൾ ഞാൻ പോട്ടെ, റോയിറ്റേഴ്സ് വേണ്ട, നമ്മൾ വേറൊരു വാർത്ത എടുക്കാച്ചിട്ട് ഞാൻ ഈ ടൈംസ് ഓഫ് ഇന്ത്യ എടുത്ത്. അപ്പോൾ അതിലുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ മാറ്റി ഇന്ത്യ ടുഡേ എടുത്തു, അതിലുണ്ട്. ദ ഹിന്ദു എടുത്തു, അതിലുണ്ട്. ഇതിലൊക്കെ ഉണ്ട് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, അതായത് ഇന്ത്യ സ്റ്റേറ്റ്, അതായത് നമ്മുടെ ഇവിടുത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള ഓയിൽ റിഫൈനറീസ് ഓൾറെഡി അവിടുന്ന് വാങ്ങിക്കുന്നത് കുറച്ചിട്ടുണ്ട് എന്നുണ്ട്. അപ്പം അത് കുറയ്ക്കുന്നുണ്ട്. നമ്മുടെ അദാനി അംബാനി അവിടുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അക്കാര്യത്തിൽ ഒരു വ്യക്തത എത്ര വന്നിട്ട് നമുക്ക് വരുന്നില്ല അല്ലേ? നമ്മളെ സ്റ്റേറ്റ്, അതായത് പ്രസിഡന്റ് വന്ന് ഇങ്ങനത്തെ വർത്താനൊക്കെ പറയുന്നതുകൊണ്ട് നമ്മളാണെങ്കിൽ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലെന്തോ ഒരു കളിയില്ലേ? കളിയുണ്ട്. അത് കുറച്ചും പുറത്ത് വരും. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇന്നിപ്പോൾ നമ്മൾ 17-ാം തീയതി, 14-ാം തീയതി, അതായത് 16-ാം തീയതി ട്രംപ് ഇത് പറഞ്ഞു. അതിൻ്റെ 2 ദിവസം മുമ്പ് 14-ാം തീയതി ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഹിന്ദുവിൽ. ആ വന്ന ന്യൂസ് ഇതാണ്: ഇന്ത്യ സ്റ്റേറ്റ് ഓൺ റിഫൈനറീസ് ട്രിംഡ് റഷ്യൻ ഓയിൽ ഇമ്പോർട്ട്സ് ബൈ 45% ബിറ്റ്വീൻ ജൂൺ ആൻഡ് സെപ്റ്റംബർ. അതായത് നമ്മൾ ഓൾറെഡി ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ അവിടുന്ന് വാങ്ങിക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ അണിയറയിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. വെറുതെ അല്ല നമ്മുടെ ബ്രണ്ട് വന്നിട്ട് ഈ ഒരു തള്ളിയത് എന്നുള്ളത് ഈ ചില വാർത്തകളെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ സംഖ്യകളെ നിങ്ങൾ തള്ളുന്നതല്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ പത്രത്തിലും മാധ്യമങ്ങളിലും ഗോതി മീഡിയയിലും അവിടെ ഇതൊക്കെ കാണുന്ന സാധനങ്ങൾ അതുപോലെ ഇവിടെ കൊണ്ട് ഛർദ്ദിച്ചു കൊടുക്കുന്നതല്ല നമ്മുടെ പിന്നാമ്പുറത്ത് നടക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇനി അത് മാത്രമല്ല, റഷ്യ ഉക്രൈൻ യുദ്ധം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ ചില എന്താ പറയുക ഓയിൽ റിഫൈനറീസിൽ, അവിടുത്തെ റിഫൈനറീസിൽ ഓൾറെഡി ഡ്രോൺ വീണ് പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. ഇനി റഷ്യക്ക് കൂടുതൽ ഈ പറഞ്ഞ ഓയിൽ വേണ്ട ഒരു അവസ്ഥയിലോട്ട് വരികയാണ്, അവിടെ യുദ്ധം മൂർച്ഛിക്കുകയാണ് ഒക്കെ എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇങ്ങോട്ടുള്ള ഇമ്പോർട്ട്സ് കുറയ്ക്കുക തന്നെ വേണ്ടി വരും. അത് പച്ചയുള്ള സത്യമാണ്. അതിൻ്റെ കൂടെ ഈ പ്രസിഡന്റ് നമ്മുടെ ട്രംപ് അണ്ണൻ്റെ ഒരു ഊക്കും കൂടെ ആകുമ്പം നമുക്ക് ഊക്ക് കിട്ടാനുള്ള എല്ലാ പരിപാടികളും ഉണ്ട്. കൂട്ടത്തിൽ നമ്മൾ മാത്രമല്ല, യൂറോപ്യൻ യൂണിയനും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുതെന്ന്. അപ്പം നമ്മളിതൊക്കെ പറ്റി റഷ്യ വേണ്ട, അല്ലെ നമുക്ക് യൂറോപ്പ് വേണ്ട, നമുക്ക് അമേരിക്ക വേണ്ടെന്നും പറഞ്ഞൊന്നും നമ്മൾ മുന്നോട്ട് ചാടി പുറപ്പെട്ട് പോകില്ല. കാരണം നമുക്ക് ഇവരൊക്കെ നിർത്തിയിട്ട് നമുക്ക് ചൈനയിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ? ഇല്ല അല്ലേ? ചൈന നമുക്ക് പ്രത്യേകിച്ചും തരാനൊന്നും പോകുന്നില്ല. പിന്നെ നമ്മൾ ബ്രിക്സിൽ കൊണ്ട് നടക്കുന്ന ബ്രസീൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയ്ക്ക് നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് തരാൻ പറ്റുമോ? അതുമില്ല. അപ്പോൾ ഇവർക്കൊക്കെ തരുന്നതിന്, ഒരു സപ്പോർട്ട് തരുന്നതിന്, അത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കോട്ടെ, ഇനിയില്ല മറ്റ് ഫോറിൻ സർവീസസ് ആയിക്കോട്ടെ, മറ്റ് എന്ത് വേണമെങ്കിലും നിങ്ങളെടുത്തോ, ഇന്ത്യയിലോട്ട് ഇവർക്കൊക്കെ ഒരു സംഭവം തരുന്നതിനും ഇൻവെസ്റ്റ്മെൻറ്റ് വെക്കുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ കേന്ദ്ര സർക്കാരിനറിയാം. സംഘിയൊക്കെ അതറിയില്ല. സംഘികൾ ഇതൊക്കെ കാണുമ്പോൾ ഇന്ന് സംഘി ഇത്തോണിയിൽ കാലിട്ടിക്കും, നാളെ പ്രസിഡന്റ് അത് പറയുമ്പോൾ നമ്മുടെ 56 ഇഞ്ച് വേറെ വളച്ച് തിരിച്ച് വേറെ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടും, ഇങ്ങനെ ചാടിയൊക്കെ നടക്കുന്ന നമ്മുടെ സംഘിക്കുട്ടന്മാരെ നിങ്ങൾ വിചാരിച്ചൊന്നുമല്ല ജിയോ പൊളിറ്റിക്സും ഈ നാട്ടിൽ നടക്കുന്നതും എന്നുള്ളതും തീരുമാനിച്ചാൽ മതി. ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന മറുപടിയും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന മറുപടികളൊക്കെ ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതിലൊന്നും വലിയ സംഭവമല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നലെ രാഹുൽ ഗാന്ധി വ്യക്തമായിട്ട് ഒരു ട്വീറ്റ് ചെയ്തത്. പൊട്ടനായതുകൊണ്ടല്ല, നിങ്ങളൊക്കെ പൊട്ടന്മാരായതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവാതെ പോകുന്നത്. അതായത് രാഹുൽ ഗാന്ധിയുടെ നല്ല ട്വീറ്റ് ഇതായിരുന്നു: PM മോദി ഈസ് ഫ്രൈറ്റൻഡ് ഓഫ് ട്രംപ്. അതായത് പേടിയാണെന്നേ രാഹുൽ ഗാന്ധി പറഞ്ഞ സത്യ. മോദിക്ക് ട്രംപിനെ പേടിയാണ്, പേടിച്ചേ പറ്റൂ. അത് അവിടെ നമ്മൾ രാജ്യ സ്നേഹവും നമ്മുടെ പ്രധാനമന്ത്രിയുള്ള സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ അവസരത്തിൽ ട്രംപിൻ്റെ ഈ പ്രാന്ത് കളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് പേടിച്ചേ പറ്റൂ. അത് നല്ല പേടി നമ്മുടെ മോദിജിക്ക് ഉണ്ട്. പിന്നെ സംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് ഗോതി മീഡിയ വഴി അവർ വാർത്തിട്ട് തരുന്നുള്ളൂ. അതുകൊണ്ടാണ് രാഹുൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞത്. ആ പേടിയാണെന്ന് പറഞ്ഞതിനുള്ള 4-5 പോയിന്റ്സ് ഇതിലിട്ടിട്ടുണ്ട്. അതായത് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കോ ഇല്ല എന്നുള്ള അനൗൺസ്മെൻറ്റ് വരുന്നത് ട്രംപിൻ്റെ സൈഡിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പറ്റിയിട്ടിട്ട്, പിന്നെ നമ്മുടെ ഇന്ത്യൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ അമേരിക്കൻ വിസിറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇന്ത്യയുടെ നമ്മുടെ സ്വന്തം മോദിജിക്ക് എത്രത്തോളം പേടിയാണ്
ട്രംപിനെ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സ് എങ്ങനെയാണെന്നുള്ളത് ഒരു അന്തവും കുന്തവും അറിയാട്ട് നിൽക്കുന്ന വാ പൊളിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മുടെ മോദിജിയുടെ എന്നാണ് വ്യക്തമായിട്ട് ഇന്ന് രാഹുൽ ഗാന്ധി ആ ഒരു ട്വീറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം എൻ്റെ പൊന്നു സംഘിക്കുട്ടന്മാരെ, നിങ്ങൾ വിചാരിക്കുന്നു നല്ല കാര്യങ്ങൾ, ഇതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് വേണ്ട, മോദിജിക്കും വേണ്ട, നിങ്ങളെടുത്തോ കേട്ടോ, നിങ്ങൾ കയ്യിൽ വെച്ചോ. मुझे क्रेडिट नहीं चाहिए.